കനത്ത വേനൽ ചൂടിൽ കോഴിക്കോട് വ്യാപക കൃഷിനാശം. പെരുവയൽ മാവൂർ പഞ്ചായത്തുകളിൽ മാത്രം 10,000-കണക്കിന് നേന്ത്രവാഴകളാണ് ഉഷ്ണതരംഗത്തിൽ ഉണങ്ങി നശിച്ചത്. കൃഷിനാശത്തിന് നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. സാധാരണ കാറ്റത്തും മഴയത്തുമാണ് നേന്ത്രവാഴത്തോട്ടം കൂട്ടത്തോടെ ഒടിഞ്ഞു പോകാറ്. എന്നാൽ ഇക്കുറി വേനൽക്കാലത്ത് കനത്ത ചൂടിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കൂട്ടത്തോടെ നേന്ത്രവാഴത്തോട്ടം കരിഞ്ഞുണങ്ങിപ്പോയിരിക്കുന്നു. പാട്ടത്തിനടുത്ത ഭൂമിയിൽ ബാങ്കിൽ നിന്ന് വായ്പയെടുത്താണ് പെരുവയൽ സ്വദേശി വയപ്പുറത്ത് രമേശൻ നേന്ത്രവാഴ കൃഷി ഇറക്കിയത്. പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്ന വാഴകളാണ് കൺമുൻപിൽ ഒടിഞ്ഞു വീണത്. മനുഷ്യന്മാർ തന്നെ താങ്ങാൻ കഴിയേണ്ട വാഴയ്ക്ക് ചൂട് കൂടിപ്പോയി. എന്നുവെച്ചാൽ ഒരു 30 ഡിഗ്രി ഒക്കെയാണ് എന്താ ചെയ്യുക. ഇത് മുകളിലോട്ട് വരുന്നതനുസരിച്ചിട്ട് ഇങ്ങനെ കൂടെ ഒടിയാ ചെയ്യുന്നത്. നനയ്ക്കാൻ വെള്ളമില്ല. കിണറിലെന്ന് പറഞ്ഞൊരു തുള്ളി വെള്ളമുണ്ട്. അതിങ്ങനെ ജനങ്ങൾ മുക്കിക്കൊണ്ടുപോകും. ബാക്കിയുള്ളത് നമ്മൾ നനയ്ക്കാൻ കുറേശ്ശെ കിട്ടും. കറി വെക്കാൻ കൂടി പറ്റൂല. ആ സൈസാണ് പൊട്ടിക്കിടക്കുന്നത്. മറ്റേ കൃഷിഭവനിൽ ചെന്ന് ചോദിച്ച പോലും പറഞ്ഞാൽ എന്താ വെച്ചാൽ വരൾച്ച എന്നോടനുബന്ധിച്ചുകൊണ്ട് വരൾച്ച പ്രകൃതിയോടൊന്നും വന്നിട്ടില്ല, ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിച്ചാൽ എന്താ പറയാന്നാ പറഞ്ഞത്. ഒന്ന് വന്നു നോക്കും കൂടി ചെയ്തില്ല. കുറേ പശുവിന് എടുക്കും, പിന്നെ കുറേ ആളുകൾക്ക് വെട്ടിക്കൊടുക്കും. ഒരു 3.5 ലക്ഷം ഉൾപ്പെടെ പോയി പോകും. 2.5 ലക്ഷം ലോൺ ഉണ്ട്. ആദ്യമായിട്ട് 2 കൊല്ലം എങ്ങനെ ഉണ്ടാവില്ലേ, മറ്റങ്ങനെ ഉണ്ടാവില്ല. വേനൽ മഴ ഇനിയും വൈകിയാൽ അവശേഷിക്കുന്ന കൃഷി കൂടി നശിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. വീഡിയോ ജേർണലിസ്റ്റ് മകേഷ് ബാലുശ്ശേരിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.